ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഫജിദി പെർഫ്യൂമിന്റെ രണ്ട് അടിപൊളി പെർഫ്യൂമാണ്. ഒന്ന് അബു ഷെയ്ക്ക, സെക്കൻഡ് വൺ ദുനിയ മിക്സ്. എല്ലാവർക്കും വേണ്ടി നല്ല പ്രൊജക്ഷൻ വേണം. ഈ ഒരു അബു ഷെയ്ക്ക ഉണ്ടല്ലോ, എനിക്ക് ഏകദേശം പ്രൊജക്ഷൻ കിട്ടിയത് 5 മണിക്കൂറാണ്. എനിക്ക് എൻ്റെ ക്ലോത്തിൽ എൻ്റെ ബോഡിയിൽ കിട്ടിയിട്ടുണ്ട്. ഇത് അബു ഷെയ്ക്ക എക്സ്ട്രാ ഡി പെർഫ്യൂമാണ് വരുന്നത്. അതുപോലെ വേറൊരു അടിപൊളി സാധനമാണ് ദുനിയ മിക്സ്. ഇത് രണ്ടും എൻ്റെ ഒരു ഫേവറേറ്റ് ഫ്രാഗ്രൻസിൽ പെട്ട ഒരു ഫ്രാഗ്രൻസ് ആട്ടോ. ഓക്കെ, ഞാൻ ഏതൊക്കെയാന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് എന്ത് ചെയ്യാം, അബു ഷെയ്ക്ക് എടുത്ത് നോക്കാം. യെസ്, ഇമ്പീരിയൽ വാലി. ഇമ്പീരിയൽ വാലിൻ്റെ എൻ്റെ കളക്ഷനിലുള്ളിൽ നല്ല പെർഫോമൻസ് ഉള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതിൽ പെട്ട ഒരു സാധനമാണ് അബു ഷെയ്ക്ക. ഇമ്പീരിയൽ വാലിൻ്റെ ആ ഒരു സ്മെല്ലിനെ കുറച്ചും കൂടി ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, മെച്ചൂർഡ് ആക്കിയിട്ടുണ്ട്. പക്കാണ്, 24 hours പക്കയാണ്. അതുപോലെ ദുനിയ മിക്സ് ഈ അടുത്തായിട്ട് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ വന്നാണ്. അയ്യോ, നമ്മുടെ റീഫിൻ്റെ 31. ആ റീഫിൻ്റെ 31 ഫ്രാഗ്രൻസിനെ കുറച്ചും കൂടി മെച്ചോർഡ് ആക്കിയിട്ട് ഇതിനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒറിജിനലേറെ ബെറ്റർ ആണ്. MFKൻ്റെ ബക്കറ റോഷ് 540. അതിൻ്റെ DNA ഇഷ്ടപ്പെടുന്നവർ ബ്ലൈൻഡ് ബൈ വാങ്ങിക്കോളി. ആ ഒരു ഫ്രാഗ്രൻസിൽ നല്ലൊരു വൈറ്റ് ഫ്ലോറൽ വിത്ത് സ്പൈസി ഊതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള അടിപൊളി സ്മെല്ലാണ്. ഒരു 3 hours മുകളിലൊക്കെ പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട്. 10+ hours ഒക്കെ നല്ല ലാസ്റ്റിംഗ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലായിടത്തും ഈ സാധനം അവൈലബിൾ ആണ്. അപ്പോൾ അവൈലബിൾ ആയുള്ള കൺട്രീസിനൊക്കെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു സാധനം ഞാൻ നാളെ ദുബായ് പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ടാവും. ഒന്ന് കോമ്പാക്റ്റബിൾ ആണ്, മറ്റേത് നല്ല പെർഫോമൻസ് ആണ്.